ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ ബ്ലാങ്ങാട് ശാഖയിൽ പണയം വെച്ച സ്വർണം മാറ്റി മുക്കുപണ്ടം വെച്ച് തിരിമറി. സ്വർണമുടമയായ ചാവക്കാട് മണത്തല ബേബി റോഡ് കരിമ്പൻ വീട്ടിൽ മോഹൻദാസിന്റെ ഭാര്യ സുരജയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 6 വർഷമായി പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മുക്കുപണ്ടമായി എന്നാണ് ഇവരുടെ ആരോപണം. വീടുപണിക്കും മറ്റുമായി 6 വർഷമായി ബ്ലാങ്ങാട് സിദ്ദീഖ് പള്ളിക്കടുത്തുള്ള ശാഖയിൽ പണയത്തിലായിരുന്നു. ലോക്കറ്റ് അടക്കം 6 പവന്റെ മാല, 3.5 പവന്റെ അരഞ്ഞാണം, 2.5 പവന്റെയും 1.25 പവന്റെയും തടവളകൾ, നവരത്ന മോതിരമടക്കം 2 മോതിരങ്ങൾ, 2 കൈചെയിൻ, 4 വളകൾ, 1 ഏലസ്, 2 ജിമിക്കി, 1 ഇയറിംഗ് എന്നിവയും പണയം വെച്ചിരുന്നു. പലതവണയായി ഇത് പുതുക്കി വെച്ചിരുന്നു. 2024 ജൂൺ മാസത്തിൽ വയ്ക്കുമ്പോൾ സ്വർണ്ണവില കൂടിയതിനെ തുടർന്ന് നിലവിലെ ലോൺ സംഖ്യയ്ക്ക് തുല്യമായ സ്വർണം വെച്ച് ബാക്കി വരുന്ന 1 കൈചെയിൻ 1 വളയും ഇവർക്ക് തിരികെ നൽകിയിരുന്നു. 2024 ഓഗസ്റ്റിൽ പുതുക്കി വയ്ക്കുമ്പോൾ മറ്റൊരു വളയും തിരികെ നൽകിയിരുന്നു. എല്ലാ തവണയും കൃത്യമായി പരിശോധിച്ച് സ്വർണം പുതുക്കി വയ്ക്കാറുണ്ടെങ്കിലും 2025 ഫെബ്രുവരി 11 ബാങ്കിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ബാങ്കിലെ തിരിമറി വ്യക്തമായതെന്ന് സുരജ പറഞ്ഞു. ലോൺ തീർത്ത് സ്വർണം തിരികെ എടുക്കണമെന്ന് ബാങ്ക് ആവശ്യപ്പെട്ടുവെന്നും പരിശോധന സമയത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് തന്റെ സ്വർണമല്ലെന്ന് മറുപടി പറഞ്ഞതോടെ പ്രസിഡന്റും വൈസ് ചെയർമാനും കൂടി തന്നെ ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. സ്വർണം തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ലോക്കറ്റ് അടക്കം താൻ പണയം വെച്ച മാലയിൽ ലോക്കറ്റ് ഇല്ലാതെ മറ്റൊരു മാലയാണ് ഉള്ളതെന്ന് ഇവർ കണ്ടെത്തിയതോടെ പരാതിക്കാരിയെ അനുനയിപ്പിക്കാനും ബാങ്ക് ശ്രമിച്ചു. ബാങ്ക് അധികൃതർ വിവരം അറിയിച്ച് പോലീസ് എത്തിയെങ്കിലും സുരജ പോലീസിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ പോലീസ് തിരികെ പോയി. ഈ വിഷയത്തിൽ സഹകരണ വകുപ്പ് അധികൃതർ, പോലീസ്, സഹകരണ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെന്ന് സഹോദരൻ സന്തോഷ് പറഞ്ഞു. തങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. 11-ാം തീയതി 3 മണിക്ക് ചേച്ചിയോട് ബാങ്കിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ചേച്ചി ബാങ്കിലേക്ക് പോയി. ചേച്ചി ഒറ്റക്കാണ് ബാങ്കിൽ പോയത്. ബാങ്കിലെത്തിയപ്പോൾ ഇവരെ ഭീഷണിയും കാരണങ്ങളൊക്കെ ചേച്ചി എന്നെയും മറ്റൊരു ചേച്ചിയെയും വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ചേച്ചിക്ക് ചുറ്റും ചെയർമാനും വൈസ് ചെയർമാനും മാനേജറൊക്കെ ഇരുന്നിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പണ്ടം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളത് നോക്കി. അപ്പോൾ ഞങ്ങൾ വെച്ച മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റില്ല. ലോക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. അവന് മോതിരം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ മുക്കുകൊണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞങ്ങൾ അവിടെ വർത്താനായപ്പോൾ അവരൊന്ന് പോലീസിനെ വിളിക്കും. അപ്പോൾ പോലീസിനെ വിളിച്ചോളാൻ പറഞ്ഞു. പോലീസ് വന്നപ്പോൾ ആ സാധനം ചെക്ക് ചെയ്തിട്ട് താഴത്തൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. ഈ മുക്കുകൊണ്ട നിങ്ങൾ എങ്ങനെ എടുക്കും? ഇതിനെങ്ങനെ നിങ്ങൾ കാശ് കൊടുക്കും? ഇത് കണ്ടാൽ തന്നെ അറിയും ഇത് മുക്കുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ പോലീസ് പറഞ്ഞു അതിൽ നിന്നുള്ള ഈ സ്വർണത്തിന് വില കൂടുമ്പോൾ ഇതിൽ നിന്ന് ഓരോ സ്വർണം നമുക്ക് തിരിച്ച് തരാറുണ്ട്. ഇത് പലിശ അടക്കാൻ ചെല്ലും. അങ്ങനെ പുതുക്കിയാണ് ഈ പോകുന്നത്. ഈ സാധനം 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് അവിടെ ഇരിക്കുന്ന സാധനമാണിത്. അപ്പോൾ അതിൽ നിന്നൊരു വളം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുല്ലത്തറ ബാങ്കിൽ, സഹകരണ ബാങ്കിൽ. അപ്പോൾ അവർക്ക് വന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, വന്ന് ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, സഹകരണ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, JDR കൊടുത്തിട്ടുണ്ട്, AR കൊടുത്തിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഗവർണർക്കും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്.